ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറേ ദിവസം കാത്തിരുന്ന ആ ഒരു ബാക്ക് ടു സ്കൂൾ അൺബോക്സിംഗ് ആണ്. ആമി സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ ആമി സ്കൂളിലേക്ക് വാങ്ങിച്ചിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അതെ, പാപ്പു ആമി ഒരുപാട് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അതെ, അപ്പൊ എനിക്ക് സമയമില്ല, ഞാൻ പിന്നെ ചെയ്തു തരാന്ന് പറഞ്ഞിട്ട് നമ്മള് വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ അവസാനം നമ്മള് അൺബോക്സിംഗ് ചെയ്യാൻ വേണ്ടി പോവാണ്. സ്റ്റേഷനറി ഐറ്റം. അപ്പൊ നീ എന്തൊക്കെയാ സ്കൂളിലേക്ക് വാങ്ങിച്ചിട്ടുള്ളേ? അംബ്രല്ലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ? എന്ത് കളറാ വാങ്ങിച്ചേ? റെയിൻബോ. റെയിൻബോ കളറാണോ? ഓ അടിപൊളി. ഇതാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ബാഗ്. ഒരു പേസ്ട്രി ഗ്രീൻ കളർ ആയിട്ടുള്ള ബാഗാണ്. നല്ല ക്ലോത്ത് ആണ് കേട്ടോ വരുന്നത്. ഇതേതാണ്? സ്കൈ ബാഗ് ആണോ? സ്കൈ ബാഗ്സ് എന്നാണ് ഈ ഒരു ബാഗിന്റെ ബ്രാൻഡ് വരുന്നത്. നമ്മൾ ആ കഴിഞ്ഞ തവണ വാങ്ങിച്ചിട്ടുണ്ട്, കഴിഞ്ഞല്ല അതിന്റെ മുന്നത്തെ വർഷമായിരുന്നു ബാഗ് വാങ്ങിച്ചിട്ടുള്ളത്. പാലപ്പൂവോ? പിങ്ക് ഫ്ലവർ. ഒരു പിങ്ക് ഫ്ലവർ ഉണ്ട്. ഇത് 4 റോസ് ആണ്. ഇത് നമ്മൾ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനാണ്. അപ്പൊ നമുക്ക് ബാഗ് ഒന്ന് തുടങ്ങാം. അപ്പൊ നീ ബാഗ് ആദ്യം ഓപ്പൺ ചെയ്ത് കാണിക്കുക. അതിൽ എങ്ങനെ എത്ര സ്പേസ് ഉണ്ട്? ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇതിന്റെ ഉള്ളിൽ ഫുള്ള് സാധനങ്ങളാണ്. ഓക്കെ, അപ്പം ഇതാണ് ഒരു വലിയ റോ കേട്ടോ. ഈ റോയില് ഇത് പാപ്പുവിന്റെ വാട്ടർ ബോട്ടിലാണ്. യെസ്, പാപ്പു സ്കൂളിൽ പോകുന്നില്ലെങ്കിലും വാട്ടർ ബോട്ടിലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പാപ്പുന് ഈ വർഷം പോകാൻ പറ്റില്ല, നമ്മൾ അന്ന് പറഞ്ഞു അടുത്ത വർഷം പോകാൻ പറ്റുള്ളൂ. അതെ, നമ്മൾ വാങ്ങിച്ചു. നെക്സ്റ്റ് പാപ്പുവിന്റെ തന്നെ. പാപ്പു അൺബോക്സ് ചെയ്യും പാപ്പുവിന്റെ സാധനങ്ങളൊക്കെ. ഇതെന്താണ് പാപ്പു? ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പാപ്പുവിന്റെ ഇഷ്ട വിഭവമായ സാമ്പാറൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഇഡ്ലി അതൊക്കെ കഴിക്കാല്ലേ? ചട്നി. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. ഇത് നമുക്ക് ബോക്സ് ആയിട്ടൊക്കെ വെക്കാൻ പറ്റുന്ന റോ ആണ്. ഓക്കെ, ഇതിങ്ങനത്തെ ബോക്സ് ഒക്കെ വെക്കാൻ പറ്റുന്ന റോ ആണ്. പിന്നെ ഇവിടെ ഉള്ളത് ഇത് സ്റ്റീലിന് തന്നെ മൾട്ടി കളർ മിക്സ് ആയിട്ടുള്ള ഒരു ബോട്ടിലാണ്. കണ്ടോ, ഉള്ളില് നല്ല സ്റ്റീലൊക്കെയാണ്. അപ്പം ചൂടൊക്കെ ആയിട്ട് വെള്ളം കൊണ്ടുപോകുമ്പോ അല്ലേ, ആമിക്ക് ഈ ഒരു ടൈപ്പ് വേണം എന്ന് പറഞ്ഞിട്ട് ആമി എടുത്തതാണ്. സ്റ്റീൽ എടുത്തതാണ്, കാരണം ചൂടും തണുപ്പും കൊള്ളാൻ പറ്റുന്നത്. ഇത് നമ്മളുടെ ഇതേപോലത്തെ റോ ആയിട്ടുള്ള 1 2 3 4 അല്ലേ? ഇത് 1 ഇത് 1 2 3 4 പോക്കറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ഭാഗമാണ് കേട്ടോ. ഈ ബാഗിന് വാറണ്ടി വരുന്നുണ്ട് കേട്ടോ. വാറണ്ടി കാർഡൊക്കെ അതിലുണ്ട് അല്ലേ? ഓക്കെ, എത്ര? 1 ഇയറാ? 1 ഇയർ ആണോ നോക്കട്ടെ. 1 ഇയർ ആണ് വരുന്നത്. 1 ഇയർ. നമ്മൾ ലുലുന്നാണ് 12 months ഇന്റർനാഷണൽ വാറണ്ടി. വാറണ്ടി ഉണ്ട്. ഒരു വർഷം. അതെ, നല്ല ക്വാളിറ്റി ഉള്ള ക്ലോത്ത് ആണ് കേട്ടോ. നമ്മൾ ഇത് 2 വർഷം യൂസ് ചെയ്യും. ആമീന്റെ ആദ്യത്തെ ബാഗ് ഇതായിരുന്നു ജെന്നി. അതും നല്ല ഇതേപോലെ തന്നെ ആയിരുന്നു അതും കാണാനൊക്കെ. അത് ബ്ലാക്ക് ആയിരുന്നു. ഇത് എനിക്ക് എന്റെ ഫേവറേറ്റ് പിൻട്രസ്റ്റ് കളർ വേണമെന്ന് വെച്ചിട്ടാണ്. ഓക്കെ, പിന്നെ ഓപ്പൺ ചെയ്ത് ഇനി മൂന്നാമത്തെ റോ ആണിത്. ഇതിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങളുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ 1 ഇത് ഞാൻ ഒരു വർഷത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചൊരു ഗ്ലൂ ആണ്. ഒരു വർഷം ഉണ്ടാവുമെന്ന് അറിയില്ല, എന്നാലും കുറച്ച് നാളത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് ഗ്ലൂ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്കെയില് വാങ്ങിച്ചിട്ടുണ്ട്. അല്ല, പിന്നെ വൈറ്റ്നർ ഉണ്ട്. ഇത് വൈറ്റ് ഗ്ലൂ ആണ്, വൈറ്റ്നർ ആണ്. ഇത് സ്റ്റാപ്ലറിന്റെ പിന്നുണ്ട്, സ്കെയില്. പിന്നെ ഇതെന്റെ പെന്നാണ്, ബ്ലൂ പെൻ. അതിന്റെ തന്നെ കുറച്ച് ഒരു 4-5 എണ്ണം വരണ അല്ലേ? അതെ, ഇത് ബ്ലൂ കളർ വാങ്ങിച്ചു. പിന്നെ ഒരു ഇങ്ങനത്തെ സ്റ്റിക്ക് ആയിട്ടുള്ള പെന്നാണ്, ഗമ്മാണ്. ആയിട്ടുള്ള ഷാർപ്നർ ആണ്. കണ്ടപ്പോ നല്ല രസമുണ്ട് കേട്ടോ. ഇത് വാങ്ങിച്ചു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അല്ല, കാണിച്ചിട്ടുണ്ട് നമ്മള് വീഡിയോസില്. ഇത് നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഇഷ്ടപ്പെട്ടോ പാപ്പുന്? എല്ലാം ഒരു ഗ്രീൻ തീമിലാണ്. ഷാർപ്നർ, ഇങ്ങനത്തെ ഒരു ഷാർപ്നർ വാങ്ങിച്ചു. ആപ്പിൾ. ഇതിന്റെ റെഡും ഉണ്ട് കേട്ടോ ലുലുല്. പിന്നെ ഒരു ഇൻസ്ട്രുമെന്റ് ബോക്സ്. ഇതൊരു ഇങ്ക് പെന്ന് പോലത്തെ ഒരു ഇങ്കാണ്, പക്ഷെ ഇങ്ക് പെന്ന് പോലത്തെ ടോപ്പ് അല്ല. അങ്ങനെ ഒരു പേന വാങ്ങിച്ചിട്ടുണ്ട്. ഹൈലൈറ്റർ.
അത് ലാസ്റ്റ് കാണിക്കാം. ഇത് ഒരു ബ്ലാക്കും ബ്ലൂ ആയിട്ടുള്ള മാർക്കറാണ് എന്തെങ്കിലും പ്രൊജക്റ്റ് ഒക്കെ വരുമ്പോൾ ഉള്ളത്. ഇത് ക്രോക്കറിയിൽ ഗ്ലാസ്സിൽ വുഡ് പ്ലാസ്റ്റിക് എന്താണ് ബോക്സ് കാർട്ടൺ സ്റ്റീല് ഇതിലെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 2 മാർക്കർ വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ സ്റ്റാപ്ലർ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. അല്ല ചെറിയ അത് നമ്മളാരും കാണാതെ എടുത്തേണ്. അല്ല അബ്ബക്ക് കാണിച്ചെടുത്തിട്ടുണ്ട്. ഓ ഇങ്ങനത്തെയാണ്. ഇത് നമുക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അതുകൊണ്ടായിരിക്കും ഇത് എടുത്തത്. അല്ല സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ പറ്റും. എന്തെങ്കിലും പ്രൊജക്റ്റ് വരുന്ന സമയത്ത് എല്ലാരും കൂടെ ഉള്ളത്. പാപ്പന് വാങ്ങിച്ചു തരും. നമ്മളെ ലാസ്റ്റ് റോയായ മെയിൻ സാധനങ്ങൾ നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇതിൽ ഫസ്റ്റ് തന്നെ നമ്മൾ പാപ്പുവിൻ്റെ സാധനമാണ്. ഇതെന്താ പാപ്പു സെറ്റ് പാപ്പുന് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. മിക്കി മൗസിന്റെ ഒരു പെൻസിൽ ബോക്സ് ആണ്. അപ്പൊ സ്റ്റിച്ചിന്റെ ഒന്നും ഉണ്ടായിരുന്നു, അതിന് പകരം പുതിയതൊന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. സ്കെയില് ഇറേസർ പെൻസില് ഇങ്ങനെ വരുന്ന ഒരു കോംബോ ആണ്. അപ്പൊ ഇത് പാപ്പു ഇടയ്ക്കൊക്കെ അവൾക്ക് എന്തെങ്കിലും വരയ്ക്കാനും ഒക്കെ പറ്റും ഒക്കെ വേണ്ടിയിട്ടുള്ള. അപ്പൊ ഇതാണ് വേറൊരു ഐറ്റം വരുന്നത്. അപ്പൊ പാപ്പുവിന് ഒരു കുഞ്ഞു റെയിൻബോ കൂടെയും വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ പാപ്പുച്ചേ? അതെ, ഇത് ഫാബ്രിക് കാസ്റ്റലിന്റെ കളറിംഗ് ഫോർ റിലാക്സേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇതിൽ ഈ സ്കെച്ചസ് ഒക്കെ നമുക്ക് എല്ലാ സംഭവങ്ങളിലൊക്കെ ആവശ്യം വരും. അതുകൊണ്ട് നല്ലൊരു 12 കളേഴ്സ് ആണ് ഇത് വരുന്നത്. അല്ല ആണ് 12 കളേഴ്സ്. 1 2 3 4 5 അതിലുണ്ടാവും, ഇതിന്റെ താഴെ കൊടുത്തിട്ടുണ്ടാവും. 12 അല്ലേ? അതെ, അപ്പൊ 12 കളേഴ്സ് വരുന്നതാണ്. അപ്പൊ ഇതിൽ തന്നെ കുറെ ഷീറ്റ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് കളർ ചെയ്യാൻ വരയ്ക്കാനൊക്കെ ആയിട്ടുള്ള യൂസ് ചെയ്യാം. അപ്പൊ ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇതാണ് വേറെ ഒന്ന് വാങ്ങിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണ ഞാനൊരു ബ്ലൂ കളർ ഷീറ്റ് ആയിട്ടില്ലാണ്. അത് കുറെ കഴിയുമ്പോൾ കീറി പോവാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ പ്രാവശ്യം ഇതേപോലെ തന്നെ ബ്രൗൺ കളറിലുള്ള സാധനം വാങ്ങിച്ചു. അപ്പൊ ഇതാണ് ബുക്സ് റോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, ബുക്ക് റാപ്പ് ചെയ്യാൻ റോളല്ല. പിന്നെ ഒരു സ്കെയിലുണ്ട്, വലിയ സ്കെയില്. നല്ലൊരു വലിയ സ്കെയിൽ അമിൻ്റെ ഒന്നും ഉണ്ടായിരുന്നു. അപ്പൊ അത് പൊട്ടിപ്പോയി. അതൊരു സ്റ്റീലിന്റെ വാങ്ങിക്കണം എന്ന് പറയുന്നില്ല. അല്ല, പക്ഷെ സ്റ്റീലിന്റെ ആകുമ്പോ അവിടെ ഇവിടെയൊക്കെ തട്ടി ഇങ്ങനെ മിക്സ് ആയി പോകും. അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ഉള്ളത് ബുക്സ് ആണ്. ഇപ്പൊ നമുക്ക് നോട്ട്ബുക്കിന്റെ ഒക്കെ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വേണ്ട എല്ലാ ബുക്സും തന്നെ വാങ്ങിച്ചു. ഇതൊക്കെ റാപ്പ് ചെയ്യാണ്ട്, പക്ഷെ അത് കാണുമ്പോ നല്ല ഭംഗിയുണ്ടല്ലേ. നല്ല ബുക്ക് കേട്ടോ. കോളേജ് നോട്ട് പോലത്തെ എടുത്തിട്ടുള്ള നല്ല കളേഴ്സ് ഒക്കെ ഉള്ള. പക്ഷെ ഇതൊക്കെ നമ്മൾ റാപ്പ് ചെയ്യും. കാണുമ്പോ ഭയങ്കര നല്ല നോട്ട്സ് ആണ്. ക്ലാസ്മേറ്റിന്റെ ആണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത്രയും നോട്ട്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടില്ല, ഇനിയും നോട്ട്സ് ഉണ്ട്. കണ്ടോ, നോട്ട്സ് കുറെ ഉണ്ട് അല്ലേ? അപ്പൊ ഇനി നോട്ട്സും ടെക്സ്റ്റ് ഒക്കെ നമുക്ക് റാപ്പ് ചെയ്യാന്നുള്ള ഒരു വലിയ ടാസ്ക് കിടക്കുന്നുണ്ട്. ഇപ്രാവശ്യം ആമി തന്നെ ആയിരിക്കും ആമിന്റെ ബുക്കൊക്കെ റാപ്പ് ചെയ്യുന്നല്ലേ ആമി? ആമി ചെയ്ത് നോക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ല, പക്ഷെ ഈ ബുക്ക് വെറുതെ കൊളാക്കണ്ടല്ലോ. പിന്നെ ഇത് ഒരു എന്താണ്, ഓയിൽ പേസ്റ്റ്. ഇത് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അതിന്റെ ഉള്ളിലത്തെ കളർ ഷെയ്ഡ്സ് ഒക്കെ. ഇത് റെയിൻബോ ഷെയ്ഡ് ആയിട്ടുള്ള എന്താണ് ഓയിൽ പേസ്റ്റ് ആണ് കേട്ടോ. ഇത് ക്രയോണിനേക്കാൾ കുറച്ച് തിക്ക് ആയിരിക്കും അല്ലേ? അതെ അതെ. കണ്ടോ, ഇത് എനിക്ക് സ്കൂളിൽ പോകുമ്പോൾ ഈസി ആയിട്ട് കൊണ്ടുപോകാനും കൂടെ അല്ല, സ്കൂളിലേക്ക് വേണം. അത് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. അപ്പം ഇത് 25 ആണ് ഷെയ്ഡ്സ്. 25 ഷെയ്ഡ്സ് ഉണ്ട്. അപ്പൊ ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ഇത് കണ്ട് ഇത്രയും കളർ ഷെയ്ഡ്സ് ഉണ്ട്. അപ്പൊ ഇത്രയും കുറെ സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചു തരലാണ്. ഇനി എന്തൊക്കെയോ ഉണ്ട്? ഇനി 2 സാധനങ്ങളുണ്ട്. അത് 2 നല്ല ഭംഗിയുള്ള സാധനങ്ങൾ. ഒന്ന് ക്യാമ്പിൽ പാരേണ്ട ഒരു വാട്ടർമെലൺ തീമായിട്ടുള്ള ഒരു. നമുക്ക് ഇങ്ങനത്തെ ഒരു തീമിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ എപ്പോഴും അബ്ബക്കും ഒക്കെ ഇഷ്ടമുള്ള കളറാണ് ബ്രൗണ്. അപ്പൊ ഞങ്ങൾ എല്ലാരും അങ്ങനത്തെ ഒരു ബ്രൗൺ എന്ന് വെച്ചാൽ ഒരു ക്രീമി അതാ ക്രീമിയാണ്. ഇത് എക്സാമിനൊക്കെ പറ്റിയ ഒരു ബോക്സ് ആണ്. പക്ഷെ ഇതിൽ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. എക്സാം ടൈമിന് അത് ബാഗിൽ എടുത്ത് വെച്ചിട്ട് പോയാൽ മതി. കാരണം ഇത് ബാഗിലും വെക്കണ്ട, നമുക്കിത് കൊണ്ടുപോകാൻ നിന്നാൽ മതിയല്ലോ ഈ ഒരു പ്ലേറ്റ്. അപ്പം അങ്ങനെയുള്ള ഒരു ബ്രൗൺ കളറിന്റെ അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉള്ള നല്ലൊരു ബോക്സ് ആണ് കേട്ടോ ഇത് വരുന്നത്. അപ്പം ഒരു ബോക്സ് ആയി. ഇത് ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇത് ഞാൻ വാങ്ങില്ല. അപ്പം
ഒരു അപ്പൊ ഐഡിയ. ഇത് രണ്ടാമത്തെ ബോക്സ് ആണ് വരുന്നത്. അതെ, ഇതെങ്ങനെയാന്നുള്ള ഒന്ന് ഓപ്പൺ ചെയ്യും. ഇത് 2 പാർട്ടീഷൻ ആയിട്ടില്ല. ഇതും നല്ല മാച്ചിങ് ആണ്. അതാണ് ഞാൻ നോക്കിയത്. കണ്ടോ, ഇത് നോക്ക്, ഇതുണ്ടോ, ഇങ്ങനെ വരും അല്ലേ? എല്ലാം ഒരു ഗ്രീൻ തീമില്ല, ബാഗ് വരെ ഗ്രീനാ. അപ്പൊ അതെല്ലാം മാച്ചിങ്. ഈ ഒരു ബോട്ടിലും ശരിക്കും ഏകദേശം ഒരു മാച്ചിങ് ആണ്. അപ്പൊ ഇതിലും ഇതേപോലെ ഇങ്ങനെ കുറച്ച് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. പാർട്ടീഷൻ ആയിട്ടാണ്. താഴെയും വെക്കാം ഇങ്ങനെ. ഇടയ്ക്ക് മാറ്റിയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന 2 ബോക്സുകളുണ്ട്. ഓക്കെ, അപ്പൊ അടിപൊളിയായിട്ടുണ്ട് ഇത് രണ്ടും കാണാൻ വേണ്ടി. പിന്നെ ഇതേപോലത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ വെറുതെ മിക്സ് ആയി ഒന്നും വെക്കാതെ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനായിട്ടൊരു ബോക്സ് ഫുൾ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബോക്സിലേക്ക് ആമി എല്ലാ സാധനങ്ങളും മാറ്റി വെക്കാൻ വേണ്ടി പോവാണ്. കാരണം സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ഇവരൊക്കെ എടുത്ത് കളിച്ച് മിക്സായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലങ്ങ് വെച്ച് കഴിഞ്ഞാൽ ആവശ്യ സമയത്ത് എടുക്കാം. അപ്പോൾ ഇതിലേക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനത്തെ കളേഴ്സ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് വെക്കുന്നത്. ഓക്കെ, എൻ്റെ 2 ബോക്സ് ഉണ്ട്. ഓയിൽ പേസ്റ്റ്, ഇതൊരു കളറും നമ്മളുടെ സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെയാണ് ഞാൻ ഈ ബോക്സിൽ വെക്കുന്നത്. സ്കെയില്, പിന്നെ ഇനി അതിലേക്ക് പേന, പെൻസിൽ നമ്മൾ ഈ പ്രാവശ്യം അധികം വാങ്ങിച്ചിട്ടില്ല, ഇവിടെ ഉണ്ട്. കാരണം പിന്നെ ഞാൻ പെന്നാണ് ഇനി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും സാധനങ്ങൾ, ഷാർപ്പനർ, സ്റ്റാപ്ലെയർ, ഹൈലൈറ്റർ, ഇത്രയും സാധനങ്ങളൊക്കെ ഇതിൽ അറേഞ്ച് ചെയ്ത് വെച്ചു കേട്ടോ. ഇനി ഞാൻ ഇത്രയും സാധനം വെക്കുന്നുണ്ട്. ഇനി ഗമ്മ്, അതുപോലെ ചെറിയ ക്രയോൺസ്, ഷാർപ്പനർ, പിന്ന്, സ്കെയില്, ഇങ്ങനെയുള്ള എല്ലാ സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്ത് ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനി നമ്മൾ എടുത്തു വെക്കാം. ഇനി നമ്മൾ സ്കൂൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഡേ സ്കൂളായിട്ടൊക്കെ വരുന്നത് എക്സൈറ്റഡ് ആണ് സ്കൂളിൽ പോകാൻ. ഇതേപോലത്തെ കുറേ ബാക്ക് ടു സ്കൂൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നല്ല കുറേ ഇതേപോലെയൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കണം, എന്നാലേ നമുക്ക് എന്താണ് സ്കൂൾ ഓപ്പൺ ചെയ്യുമ്പം എന്തൊക്കെ വാങ്ങിച്ചു എന്തൊക്കെ വാങ്ങിച്ചില്ല എന്നൊക്കെ മനസ്സിലാവും. ഇനിയിപ്പോൾ അമ്മയ്ക്ക് നെയിം സ്ലിപ്പും അതുപോലെ ഷൂ അങ്ങനത്തെ 2-3 സാധനങ്ങളെ വാങ്ങിക്കാനുള്ളൂ. അത് പിന്നെ നാളെയൊക്കെ ആയിട്ട് വാങ്ങിക്കണം. പിന്നെ ബുക്സൊക്കെ നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്ത് വെക്കുക. ഇതൊക്കെയാണ് ആമയ്ക്ക് ഇനി ചെയ്യാനുള്ള ബാക്ക് ടു സ്കൂൾ പരിപാടിയിലേക്കുള്ള ബാക്കിയുള്ള പരിപാടികൾ. യൂണിഫോം കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്, ഇതിൽ തന്നെ നോക്കിയിരിക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു ഓർഗനൈസർ വേണമെന്നില്ല. നമുക്കുള്ള സാധനങ്ങളിൽ നമ്മൾ ഭംഗിയായിട്ട് സൂക്ഷിച്ച് വെക്കാം. എന്നു വെച്ചാൽ എൻ്റെ ഒരു കുഞ്ഞു കുഞ്ഞു കബോർഡൊക്കെ ഉണ്ടെങ്കിൽ അതിലും നമുക്ക് വെക്കാം കേട്ടോ. ഇത് എൻ്റെ കയ്യിൽ ഉള്ളത് ഞാൻ അങ്ങനെ ക്ലിയർ ആക്കിയിട്ട് വെച്ചതാണ്. മാമീൻ്റെ ഒരു ബോട്ടിൽ, ഇത് പാപ്പുവിൻ്റെ ബോട്ടിലാണ് കേട്ടോ വരുന്നത്. പാപ്പുവിന് വീട്ടിൽ നിന്നായിരിക്കും ഇതിൽ ലഞ്ച് കഴിക്കുക. പിന്നെ പാപ്പുവിന് വാങ്ങി വെച്ചിട്ടുള്ള ഇത് പാപ്പുവിൻ്റെ ഫുൾ സംഭവമാണ്, സാധനങ്ങളൊക്കെയാണ്. ഈ ഒരു അംബ്രല്ലയും കാര്യം ആമി പിന്നെ കുടയൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇവിടെ ഉണ്ട്, വാങ്ങിച്ചു വെച്ചത് തന്നെ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ 2 വർഷം യൂസ് ചെയ്തതാണ്, ഇപ്പോഴും ഒരു കുഴപ്പമില്ല കേട്ടോ. അതെ, 2 വർഷം യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നാലും ഇതിന് നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് സിബും കാര്യങ്ങളൊന്നും നാശമായിട്ടില്ല. പക്ഷെ ഇത് കുറച്ച് ചെറിയ ബാഗാണ്. അപ്പം ഇനിയിപ്പം എന്നാലും നമുക്ക് ബുക്കൊക്കെ ഇട്ട് എക്സാമിനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. പിന്നെ കഴിഞ്ഞ വർഷത്തേക്കാളും ഈ വർഷം ബുക്സും കാര്യങ്ങളൊക്കെ കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ എക്സാമിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. നല്ല ബാഗ് തന്നെയാണ് ഇത്, ചെന്നീൻ്റെ നല്ല ബ്രാൻഡാണ്. അമ്മ നന്നായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒന്നും ആയിട്ടില്ല കേട്ടോ. പിന്നെ ഇതിന്റെ പിങ്കും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അല്ലേ, പിങ്ക് കളർ ഫ്ലവേഴ്സ് ഒക്കെ ഇതാണ് ആമിന്റെ ഓൾഡ് ബാഗ്. അപ്പൊ ഇതിനെയും നമ്മൾ കഴുകി സൂക്ഷിച്ച് നന്നാക്കി വെച്ചിട്ടുള്ള തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി മഴയായിട്ടോ എന്തെങ്കിലും നനഞ്ഞിട്ടൊക്കെ മാറ്റി ഉപയോഗിക്കണം എന്നുണ്ടെങ്കിലും അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു കീ ചെയിൻ കാണിച്ചു. ഇതൊരു ടോം ആൻഡ് ജെറിന്റെ കീ ചെയിൻ ആണ്. ഇതിൻ്റെ ഉള്ളതാണ്, പക്ഷെ ഇത് കണ്ടോ ഇതിലും എൻ്റെ പുതിയ ബാഗിലും ഒക്കെ പറ്റും. ജസ്റ്റ് ഫിറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതൊക്കെ ഫിറ്റ് ചെയ്യാം, പക്ഷെ ഞാനിത് ഫസ്റ്റ് ഡേ മാത്രമേ കൊണ്ടുപോയുള്ളൂ കേട്ടോ. ഇതേപോലത്തെ ഒരു കീ ചെയിൻ ഉണ്ടായിരുന്നു, കളഞ്ഞു പോയിട്ടോ. കളഞ്ഞു പോയതല്ല, അത് മിസ്സായി. അതന്നെയാണല്ലോ കളഞ്ഞു പോകാന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ഞാനായിട്ട് കളഞ്ഞതല്ല, അങ്ങനെ പോയി. അപ്പൊ ഇതായിരിക്കും ബാഗ് വരുന്നത്. ഗ്രീൻ ഒരു പിസ്ത ഷെയ്ഡ് ആയിട്ടുള്ള ഒരു ബാഗ് കേട്ടോ. അതെ, നല്ല ബാഗാണ്. അപ്പൊ ഇതിലൊരു കീ ചെയിൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ബാഗ് വരുന്നത് ഇങ്ങനെയാണ്.
അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ബാക്ക് ടു സ്കൂൾ അൺബോക്സിങ് സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. ആമീൻ്റെ സ്കൂൾ തുറക്കാറായി. അതുപോലെ തന്നെ നമുക്കിനി ഇതൊക്കെ റാപ്പ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വെക്കാനുണ്ട്. എന്തായാലും ഫസ്റ്റ് ഡേ സ്കൂൾ ഒക്കെ വരുന്നതായിരിക്കും. അങ്ങനത്തെ കുറേ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.